Hello students, this is Arts Tech Tutorials. Sonnet 29, authored by William Shakespeare, When in Disgrace with Fortune and Men's Eyes. I would like to begin the poem with some questions. Have you ever felt depressed? Have you ever felt that you are so unlucky? Have you ever had jealous of others around you? Since we are human beings, we face and feel such things quite often. Let's move on to Sonnet 29. A few points regarding the Sonnet 29. In the beginning of the poem, the poet or the speaker is at his most insecure and troubled situation. The speaker presents himself in a despicable state of mind. He has fallen from grace and feels so much depressed. He also feels unlucky, shamed, and fiercely jealous of others around him. So, ഈ പോയം തുടങ്ങുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ആരംഭത്തിൽ സ്പീക്കർ ഇതിൽ സംസാരിക്കുന്ന വ്യക്തി ആക്ച്വലി വളരെ ഇൻസെക്യൂർ ആയിട്ടുള്ളതും അതുപോലെ തന്നെ ട്രബിൾഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് കടന്നു പോകുന്നത്. ഏറ്റവും ദുർഘടമേറിയ അല്ലെങ്കിൽ പ്രതിസന്ധിയേറിയ വളരെ അസുരക്ഷിതമായ ഒട്ടും സുരക്ഷിതമില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ സ്പീക്കർ ഈ ആരംഭത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് വളരെ വിഷമമേറിയ വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് ആരംഭത്തിൽ ഈ സ്പീക്കർ ആയിരിക്കുന്നത്. സ്പീക്കർ തന്നെ പ്രസൻറ്റ് ചെയ്യുന്നത് ഇൻ എ ഡിസ്പിക്കബിൾ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്നാണ്. ഡിസ്പിക്കബിൾ മീൻസ് പിറ്റിയബിൾ അല്ലെങ്കിൽ വളരെ സിമ്പത്തറ്റിക് ആയിട്ടുള്ള പരിതാപകരമായിട്ടുള്ളൊരു സാഹചര്യത്തിലൂടെയാണ് തൻ്റെ മനസ്സ് കടന്നു പോകുന്നത്, അല്ലെങ്കിൽ തൻ്റെ മനസ്സായിരിക്കുന്നത് വളരെ പിറ്റിയബിൾ ആയിട്ടുള്ളൊരു കണ്ടീഷനിലാണ്. ഹി ഹാസ് ഫോളൺ ഫ്രം ഗ്രേസ്, വളരെ റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ മാന്യതയേറിയ ഒരു നിലയിൽ നിന്നും താഴേക്ക് അധപ്പതിച്ചു പോയ ഒരു വ്യക്തിയെ പോലെയാണ് താൻ ഇവിടെ ആയിരിക്കുന്നത്. ആൻഡ് ഹി വാസ് സോ മച്ച് ഡിപ്രസ്ഡ്, വളരെയധികം നിരാശ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. വളരെയധികം സാഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ് ഈ സ്പീക്കർ ഈ പോയത്തിൻ്റെ ആരംഭത്തിൽ. ഹി ഓൾസോ ഫീൽസ് അൺലക്കി, വളരെയധികം താനൊരു നിർഭാഗ്യവാനാണ് എന്നുള്ളൊരു ചിന്ത, അതുപോലെ തന്നെ ഒരു ഷെയിംഡ്, പൊതുജനത്തിന് അദ്ദേഹം ഒരു വളരെയധികം നാണക്കേട് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നു, മാന്യതയെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. ആൻഡ് ഫിയേഴ്സ്ലി ജലസ് ഹിയർ മീൻസ് അസൂയ, ചുറ്റുമുള്ളവരോട് തന്നെ ഒരു തരത്തിലുള്ള ഒരു പ്രത്യേകതരം അസൂയ ഉണ്ട്. അസൂയയോടെയാണ് ചുറ്റുമുള്ളവരെ താൻ ഇപ്പോൾ നോക്കിക്കാണുന്നത്. ബിക്കോസ് ഹിസ് മൈൻഡ് ഈസ് ഫുൾ ഓഫ് നെഗറ്റീവ് തോട്ട്സ്. മേ ബി അത് ഒത്തിരി കാരണങ്ങൾ കാണും. ബട്ട് അറ്റ് ദ സെയിം ടൈം എന്തൊക്കെ ആയാലും എനിവേ ഹി ഈസ് ആക്ച്വലി വെരി മച്ച് ഡിപ്രസ്ഡ് ആൻഡ് സാഡ് ഇൻ ദ ബിഗിനിങ്. But towards the end of the poem, it takes a U-turn when the speaker's mind flooded with the thoughts of his dear friend or his true love. അതായത് എന്നാൽ പദ്യത്തിൻ്റെ അല്ലെങ്കിൽ പോയത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഈ സ്പീക്കറിൻ്റെ മൈൻഡ്, അദ്ദേഹത്തിൻ്റെ മാനസിക അവസ്ഥ എന്ന് പറയുന്നത് ഒരു U-ടേണിലേക്ക് നേരെ തിരിഞ്ഞ് തൻ്റെ മനസ്സ് വളരെ സന്തോഷമേറിയ ചിന്തകൾ കൊണ്ട് നിറയുകയാണ്. വെൻ ഹി തിങ്സ് അബൌട്ട് ഹിസ് ഡിയർ ഫ്രണ്ട് ഓർ ദ ട്രൂ ലവ്, അതായത് തൻ്റെ എന്താണ് യഥാർത്ഥ സുഹൃത്തിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, സുഹൃത്തിൻ്റെ ഓർമ്മകൾ തൻ്റെ മനസ്സിലിങ്ങനെ നിറഞ്ഞു ഉയരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്തകളെല്ലാം നേരെ തിരിഞ്ഞ് പോസിറ്റീവ് തോട്ട്സിലേക്ക് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോ ദിസ് പോയം ആക്ച്വലി വെൻ ഇറ്റ് ബിഗിൻസ്, the speaker is actually in a sad state of mind or depressed state of mind. But towards the end of the poem, the speaker has some kind of optimistic feelings. വളരെ ശുഭാപ്തിയേറിയ ചിന്തകളും അനുഭവങ്ങളും കൊണ്ട് നിറയുകയും അങ്ങനെ ഈ പോം ഒരു പോസിറ്റീവ് നോട്ടോടെയാണ് എൻഡ് ആകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ടെക്സ്റ്റ് ഓഫ് ദ പോം. ഹിയർ ദ ടെക്സ്റ്റ് ഓഫ് ദ പോം. When in disgrace with fortune and men's eyes, I all alone beweep my outcast state, and troubled of heaven with my bootless cries, and look upon myself and curse my fate, wishing me like to one more rich in hope, featured like him with friends possessed, desiring this man's art and that man's scope, with what I most enjoy contented least,
Yet in these thoughts, myself almost despising, happily I think on thee, and then my state, like to the lark at break of day, rising from sullen earth, sings hymns at heaven's gate. For thy sweet love, remembered such wealth brings, that then I scorn to change my state with kings. There ends the poem. There ends Sonnet 29. See, the structure of the poem, just discuss about the structure of the poem. It is divided into 3 quatrains and 1 couplet. See, a sonnet has 14 lines that we already discussed. About 3 quatrains means 1 quatrain means 4 lines. 4 lines are 3 quatrains, which means 12 lines, and 1 final couplet, which means 2 lines. So 12 plus 2 equal to 14 lines ആണ് ഈ സോണറ്റിലുള്ളത്. Then a rhyming pattern of Shakespearean sonnet that we already discussed. A B A B C D C D E F E F G G. അങ്ങനെയാണ് ആ ഷേക്സ്പീരിയൻ സോണറ്റ് എന്ത് ചെയ്തിരിക്കുന്നത്, സ്ട്രക്ചേർഡ് ആയിരിക്കുന്നത്. ഓക്കെ, so please don't forget about this rhyming pattern of Shakespearean sonnet, and sometimes it may be asked for the exam. And I already discussed regarding this Petrarchan sonnet and its rhyming pattern. Please keep these 2 forms of sonnet pattern in your mind. Let's move on to the first quatrain. First quatrain നമുക്ക് നോക്കാം. When in disgrace with fortune and men's eyes, I all alone beweave my outcast state, and troubled of heaven with my bootless cries, and look upon myself and curse my fate. See, ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് when it refers a time, ഒരു ടൈം അല്ലെങ്കിൽ ഒരു പീരീഡ് ആണ് അവിടെ പറയുന്നത്. അപ്പോൾ ഒരു സമയം, തൻ്റെ ഒരു ജീവിതത്തിലെ ഒരു സമയം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ് ടൈം ഈസ് ആക്ച്വലി വല്ലാത്ത ഒരു നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഡിപ്രസ്ഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആയിരുന്നു എന്ന് പറയാൻ സാധിക്കും. സോ when the poem begins, the speaker is in a sad state or in some kind of a depressed state എന്ന് പറയാൻ കഴിയും. Why? ആ ഒരു the real reason is not revealed at all. ഒരു എന്താണ് യഥാർത്ഥ കാരണം എന്നത് ഇവിടെ അത് പറയുന്നില്ല, പോയത്തിലുടനീളം അത് പറയുന്നില്ല. ബട്ട് വി ക്യാൻ അസ്യൂം, നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഗസ് ചെയ്യാൻ സാധിക്കും. മേ ബി ഫിനാൻഷ്യൽ ഇഷ്യൂസ്, ഫിനാൻഷ്യൽ ക്രൈസിസ് ആയിരിക്കാം, ഓർ he might have fallen from a social position, a social high position. ഒരു സോഷ്യൽ ഹൈ പൊസിഷൻ, പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു മാന്യതയേറിയ ഒരു പൊസിഷനിൽ നിന്നും താഴേക്ക് പതിച്ചത് കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ സംടൈംസ് ഹീസ് അണ്ടർഗോയിങ് സം കൈൻഡ് ഓഫ് സ്പിരിച്വൽ ക്രൈസിസ്, ഒരുതരം ആത്മീയപരമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ അദ്ദേഹം അകപ്പെട്ടിട്ടുണ്ടാകാം. എനിവേ, ഹീ ഈസ് ഇൻ ആക്ച്വലി സം കൈൻഡ് ഓഫ് ഡിപ്രസ്ഡ് സ്റ്റേറ്റ്. ഹി ഹാസ് ഫോളൺ ഫ്രം എ ഗ്രേസ്ഫുൾ സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഗ്രേസ്ഫുൾ സ്റ്റേറ്റ് നമ്മൾ 2 types ഓഫ് ഗ്രേസ്ഫുൾ നിന്നാണ് അദ്ദേഹം വീണിരിക്കുന്നത്. ഫ്രം വൺ ഈസ് ആക്ച്വലി ഫോർച്യൂൺ, ആ ഭാഗ്യം തന്നെ പൂർണ്ണമായിട്ടും കൈവിട്ടിരിക്കുകയാണ്. ഭാഗ്യാവസ്ഥയിൽ നിന്നും, ഭാഗ്യദേവത തന്നെ കൈവിട്ടതിൽ നിന്നും അദ്ദേഹം ഒരു മാന്യമേറിയ ഒരു തരത്തിൽ നിന്നും അദ്ദേഹം ഒരു അപമാന്യതനായിട്ട് അല്ലെങ്കിൽ താഴേക്ക് നിലംപതിച്ചിരിക്കുകയാണ്. സോ ഫ്രം ഗ്രേസ്ഫുൾ സ്റ്റേറ്റ് ടു ഡിസ്ഗ്രേസ്ഫുൾ സ്റ്റേറ്റിലേക്ക് വീണിരിക്കുകയാണ്. സോ ഫോർച്യൂണിൽ നിന്നും അദ്ദേഹം താഴേക്ക് പതിച്ചിരിക്കുകയാണ്, ഭാഗ്യം തന്നെ കൈവിട്ടിരിക്കുന്നു. ആൻഡ് മെൻസ് ഐസ്, മനുഷ്യരുടെ പൊതുജനത്തിൻ്റെ കണ്ണുകളിൽ അദ്ദേഹം ഇപ്പോൾ മേ ബി കൊള്ളരാത്തവനാണ് അല്ലെങ്കിൽ ഭാഗ്യം കെട്ടവനാണ് എന്നൊക്കെ പറയാൻ സാധിക്കും. സോ ഹീസ് ഡിസ്ഗ്രേസ്ഫുൾ ഫ്രം ഫോർച്യൂൺ, അതായത് ഫോർച്യൂണിൽ, ഭാഗ്യത്തിൽ നിന്നും അദ്ദേഹം വളരെയധികം താഴ്ന്നു പോയിരിക്കുന്നു. അതുപോലെ തന്നെ മനുഷ്യരുടെ പൊതുജനത്തിൻ്റെ കണ്ണുകളിലും അദ്ദേഹം ഒരു പക്ഷേ നമ്മൾ കണ്ണിലെ കരട്, അപ്പോൾ പൊതുജനത്തിൻ്റെ കണ്ണിലെ കരടായിട്ട് അദ്ദേഹം മാറിയിരിക്കുകയാണ്. സോ ആ ഒരു സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് ഹീസ് ആക്ച്വലി വീപ്പിംഗ് ഓർ ലാമെൻറ്റിങ്. ലാമെൻറ്റിങ് മീൻസ് വിലാപം കഴിക്കുക അല്ലെങ്കിൽ വിലപിക്കുക. ദാറ്റ് മീൻസ് ദാറ്റ് ഹിയർ അനദർ വേർഡ് ബിവീപ്പ്, BEWEEP. സോ ഇത് ഓൾഡ് ഫോം ഓഫ് ഇംഗ്ലീഷിൽ വരുന്നതാണ് ബിവീപ്പ്. ബിവീപ്പ് മീൻസ് ലാമെൻറ്റിങ്. സോ അദ്ദേഹം അവിടെ കരയുകയാണ്. മൈ ഔട്ട്കാസ്റ്റ് സ്റ്റേറ്റ്. ഔട്ട്കാസ്റ്റ് മീൻസ് ആക്ച്വലി ഡിനൈഡ് സ്റ്റേറ്റ് ഓർ വി ക്യാൻ സേ റിജക്റ്റഡ് സ്റ്റേറ്റ്. അതായത് ഒരു എന്താ പറയുക, ഭ്രഷ്ട് കൽപ്പിച്ചിരിക്കുകയാണ്. സമൂഹം തന്നെ, സൊസൈറ്റി തന്നെ പുറന്തള്ളിയിരിക്കുകയാണ് അല്ലെങ്കിൽ ബഹിഷ്കരിച്ചിരിക്കുകയാണ്, ഭ്രഷ്ട് കൽപ്പിച്ചിരിക്കുകയാണ്. സോ ആ ഒരു സ്റ്റേറ്റിൽ നിന്നുകൊണ്ട്, ആ സമൂഹം തന്നെ പുറന്തള്ളപ്പെട്ടിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റിൽ അദ്ദേഹം, ആ ഒരു സിറ്റുവേഷനിൽ, ആ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് അദ്ദേഹം പൊട്ടിക്കരയുകയാണ്, വിലപിക്കുകയാണ്.
Maybe he's actually praying to God. That's next line പറയുന്നത്. He started pray to God. അദ്ദേഹം പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. But his prayers are unanswered. ഉത്തരം നൽകുന്നില്ല പ്രാർത്ഥനകൾക്കൊന്നും. And troubled of heaven with my bootless cries. Here bootless means useless or worthless, which means his prayers are unanswered. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകളൊന്നും പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നില്ല. സോ അത്തരം പ്രാർത്ഥനകളെല്ലാം ഇപ്പോൾ യൂസ്ലെസ് ആയിട്ട് മാറിയിരിക്കുകയാണ്, ഉപയോഗശൂന്യമായിട്ട്, വെറുതെ സമയവും ഊർജ്ജവും ഒക്കെ പാഴാക്കാവുന്ന ഒരു പ്രവൃത്തി മാത്രമായിട്ട് അത് മാറുകയാണ്. ആൻഡ് ഹീ സേസ് ദാറ്റ് ട്രബിൾഡ് ഓഫ് ഹെവൻ. സോ അദ്ദേഹം ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് ഉത്തരം ലഭിക്കാതെ വരുമ്പോൾ അദ്ദേഹം അറിയാതെ പറഞ്ഞു പോവുകയാണ്, സ്വർഗമേ അല്ലെങ്കിൽ ദൈവമേ നിൻ്റെ കാത് പൊട്ടിപ്പോയിരിക്കുകയാണ്, അല്ലെങ്കിൽ ബധിര അല്ലെങ്കിൽ ബധിരനായ അല്ലെങ്കിൽ ബധിരയായ സ്വർഗം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ഇറ്റ് ഇസ് ആക്ച്വലി ആൻ എക്സാമ്പിൾ ഫോർ എ പേഴ്സോണിഫിക്കേഷൻ. അതായത് മനുഷ്യത്വാരോപണം എന്ന് പറയും. അതായത് നോൺ ലിവിങ് തിങ്സിന് മനുഷ്യരുടെ ക്വാളിറ്റി നൽകുന്നതിനെയാണ് നമ്മൾ പേഴ്സോണിഫിക്കേഷൻ അല്ലെങ്കിൽ മനുഷ്യത്വാരോപണം എന്ന് പറയുക. സോ ഇവിടെ ഹെവൻ എന്ന് പറയുന്ന ഒരു നോൺ ലിവിങ് തിങ്ങിനെ അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റിനെ ഇവിടെ മനുഷ്യൻ്റെ ഗുണമായ, അതായത് കേൾക്കുക, കാണുക, ഇത്തരം ഗുണങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുകയാണ്, ആട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. സോ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ പേഴ്സോണിഫിക്കേഷൻ. പ്ലീസ് റിമെമ്പർ ഇറ്റ്. സോ ബധിരയായ സ്വർഗം എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സ്വർഗത്തിന് ഇപ്പോൾ എന്ത് ചെയ്യാൻ സാധിക്കുന്നില്ല? എൻ്റെ പ്രാർത്ഥന കേൾക്കുവാൻ സാധിക്കുന്നില്ല. സ്വർഗത്തിൻ്റെ കാതുകൾ ഇപ്പോൾ എന്തായിരിക്കും? ബധിരയായിരിക്കുകയാണ്. ആൻഡ് ലുക്ക് അപ്പോൺ മൈ സെൽഫ് ആൻഡ് കേഴ്സ് മൈ ഫേറ്റ്. ആൻഡ് ദിസ് ടൈം ഇൻ ദിസ് ലൈൻ ഹിയർ ദ സ്പീക്കർ ഈസ് ആക്ച്വലി started to look himself. അദ്ദേഹം തൻ്റെ അവസ്ഥയിലേക്ക്, അതായത് finds himself in actually a difficult or a very pathetic situation, and he starts to curse his situation. അദ്ദേഹം തൻ്റെ ആ ഒരു അവസ്ഥയെ നോക്കി പരിതപിച്ചുകൊണ്ട് അദ്ദേഹം ശപിക്കുവാനായിട്ട് തുടങ്ങുകയാണ്. ഓക്കെ, വിച്ച് മീൻസ് ഹിസ് സിറ്റുവേഷൻ ഈസ് ആക്ച്വലി സോ അൺലക്കിയാണ്, വളരെ അൺലക്കിയാണ്, അൺഫോർച്ചുനേറ്റ് ആണ്. അപ്പോൾ അദ്ദേഹം അവിടെ ഇരുന്നു കൊണ്ട് തൻ്റെ ആ ഒരു സിറ്റുവേഷൻ നോക്കി ഇവിടെ സ്വയം പഴിക്കുകയും സ്വയം ശപിക്കുകയും ചെയ്യുകയാണ്. ഓക്കെ, he turns towards himself. So here we can see an allusion. ഒരു അലൂഷൻ നമുക്ക് കാണാൻ സാധിക്കും. അലൂഷൻ മീൻസ് ഒരു പരാമർശം. ഇവിടെ ബൈബിളിലെ, അതായത് ക്രിസ്ത്യൻ ബൈബിളിലെ ഒരു ക്യാരക്ടറിൻ്റെ ചില ഒരു ജീവിത സാഹചര്യവുമായിട്ട് ഇവിടെ ഒരു ബന്ധം കാണിച്ചിരിക്കുകയാണ്. സോ there is an allusion. There is a character called Job in the Bible. He is actually a strong believer in God. He is presented as a good, virtuous person in the book of Job. അതായത് ജോബ് എന്ന ഒരു ക്യാരക്ടർ, ഒരു വ്യക്തി നമ്മുടെ ബൈബിളിലുണ്ട്. സോ ഹീ ഈസ് ആക്ച്വലി എ സ്ട്രോങ് ബിലീവർ. വളരെ വിശ്വാസിയാണ്, നല്ലൊരു വ്യക്തിയായിരുന്നു, ഭക്തനും നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. ബട്ട് ഗ്രാജുവലി at a time in his life, all his wealth, including his children and his health, were taken away. അപ്പോൾ ഒരു സമയം എത്തിയപ്പോൾ, തൻ്റെ ജീവിതത്തിൽ ഒരു സമയം എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ സ്വത്തും, തൻ്റെ മക്കളും, തൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യം എല്ലാം എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. അതൊരു തരം ഒരു പരീക്ഷണമായിരുന്നു തൻ്റെ ജീവിതത്തിലുണ്ടായത്. അങ്ങനെ തനിക്കെല്ലാം നഷ്ടപ്പെട്ടവനായിട്ട് even his friends were turned against him, and even his wife instructed him to deny God. അപ്പോൾ തൻ്റെ കൂടെയുള്ള എല്ലാ സുഹൃത്തുക്കളും തനിക്ക് നഷ്ടപ്പെട്ടു, താനും തൻ്റെ നിഴലും മാത്രമായി. തൻ്റെ ഭാര്യ പോലും എന്ത് ചെയ്തു? ഇനി നീ ഈശ്വര വിശ്വാസം എന്ന് വെച്ചുകൊണ്ടിരിക്കേണ്ട, നിൻ്റെ ഭക്തിയും നിൻ്റെ വിശ്വാസം എല്ലാം എന്ത് ചെയ്യുക? വലിച്ചെറിയ, എന്നിട്ട് ആത്മഹത്യ ചെയ്യുക എന്ന് പറഞ്ഞ് തൻ്റെ സ്വന്തം ഭാര്യ പോലും അങ്ങനെ ഉപദേശിക്കുവാൻ തുടങ്ങി. ബട്ട് ജോബ് ഡിഡ് നോട്ട് ഡിനൈ ഗാഡ് and he accepted his situation that time. അദ്ദേഹം ഈശ്വരനെ തള്ളിക്കളയാതെ തൻ്റെ സിറ്റുവേഷൻ അംഗീകരിച്ചുകൊണ്ട്, ആൻഡ് ഹി സ്റ്റാർട്ടഡ് ടു കേഴ്സ് ഹിസ് സിറ്റുവേഷൻ. അദ്ദേഹത്തിൻ്റെ ആ ഒരു സിറ്റുവേഷൻ, പ്രസൻറ്റ് സിറ്റുവേഷന്, തൻ്റെ ആ സാഹചര്യത്തെ അദ്ദേഹം എന്ത് ചെയ്തു? പഴിക്കുവാനും സ്വയം ശപിക്കുവാനൊക്കെ തുടങ്ങി. അതായത് ഹീ കേഴ്സ്ഡ് ഹിംസെൽഫ്, ഹീ ഈവൻ കേഴ്സ്ഡ് ഹിസ് ഡേ ഓഫ് ബർത്ത്. തൻ്റെ ജനന ദിവസത്തെ പഴിച്ചു. അതായത് ആ ദിവസം വേണ്ടായിരുന്നു, നശിച്ചു പോകട്ടെ, തന്നെ സ്വയം അദ്ദേഹം ശപിച്ചും പഴിച്ചും കൊണ്ട് അദ്ദേഹം ഇങ്ങനെ വിലപിച്ച് ഇരിക്കുമായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന ഒരു സാഹചര്യമായിരുന്നു. സോ ആ ഒരു സാഹചര്യമായിട്ടാണ്
സ്പീക്കർ തൻ്റെ അവസ്ഥയുടെ കാണുന്നത്. ഓക്കെ, ആ ഒരു അവസ്ഥയായിട്ടാണ് സ്പീക്കർ തൻ്റെ അവസ്ഥയെ ഇപ്പോൾ കാണുന്നത്. വിച്ച് മീൻസ് ദ സ്പീക്കർ ഫൈൻഡ്സ് ഹിംസെൽഫ് ഇൻ ദ സെയിം സിറ്റുവേഷൻ ഓഫ് ജോബ് ഓഫ് ദ ബൈബിൾ. ഓക്കെ, സോ ഇത് ഒന്ന് ഈ ഒരു ഫസ്റ്റ് ക്വാട്രൈൻ ഏതാണ്ടൊരു ഐഡിയ കിട്ടിയെന്ന് ഐ ഹോപ്പ്, ഞാൻ വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്വാട്രൈൻ കണ്ടിന്യൂ. വിഷിംഗ് മീ ലൈക്ക് ടു വൺ മോർ റിച്ച് ഇൻ ഹോപ്പ്, featured like him with friends possessed, desiring this man's art and that man's scope, with what I most enjoy, contented least. So in this quatrain, he starts to compare his condition with others. നോർമലി നമ്മളായാലും അങ്ങനെ ആയിരിക്കും. നമുക്കൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ വളരെ ബാഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോൾ വി സ്റ്റാർട്ട് ടു കമ്പയർ അവർ സിറ്റുവേഷൻ വിത്ത് അതേഴ്സ് സിറ്റുവേഷൻ. നമുക്കൊരു കാശ് കുറഞ്ഞു പോയി അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് മാർക്ക് കുറയുമ്പോൾ നമ്മൾ മാർക്ക് കൂടിയ ആൾക്കാരുമായിട്ട് അല്ലെങ്കിൽ അധികം കാശുള്ളവരുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. ഈശ്വര, എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ. അങ്ങനെ അതോടൊപ്പം തന്നെ നമ്മൾ വിചാരിക്കും അവനെപ്പോലെ മാർക്ക് നേടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, അവനെപ്പോലെ നല്ല കാറ് അല്ലെങ്കിൽ നല്ലൊരു വീട്, നല്ല കുറച്ചധികം കാശ്, നല്ല ജോലി കിട്ടിയിരുന്നെങ്കിൽ. സംടൈംസ് ബിക്കോസ് വി ആർ ഹ്യൂമൻ ബീയിങ്സ്, വി ഓൾവേസ് ഡു സം കൈൻഡ് ഓഫ് കമ്പാരിസൺസ് ത്രൂ ഔട്ട് അവർ ലൈഫ്. So here the speaker also wishes and compares his condition with others. He wishes to be like someone who is more hopeful about his future. അതായത് വേറെ ചിലരുമായിട്ടൊക്കെ കമ്പയർ ചെയ്യാൻ തുടങ്ങി. സോ ഫീച്ചർ ലൈക്ക് ഹിം വിത്ത് ഫ്രണ്ട്സ് പൊസസ്ഡ്. അപ്പോൾ ദ സ്പീക്കർ ഇസ് ജലസ് ഓഫ് ദ വെൽത്ത് ആൻഡ് പൊസഷൻസ് ഓഫ് ഹിസ് ഫ്രണ്ട്സ്. ഇപ്പോൾ ഒത്തിരി പോപ്പുലറായിട്ട് നിൽക്കുന്ന, സമൂഹത്തിൽ പോപ്പുലറായിട്ട് നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സുമായി അദ്ദേഹം കമ്പയർ ചെയ്യുകയും അതുപോലെയൊക്കെ ആകുവാനായിട്ട് അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. ഹി വിഷസ് ടു ബി പോപ്പുലർ ലൈക്ക് ഹിസ് ഫ്രണ്ട്സ് ഓൾസോ, ഡിസയറിങ് ദിസ് മാൻസ് ആർട്ട് ആൻഡ് ദാറ്റ് മാൻസ് സ്കോപ്പ്. അപ്പോൾ ഒരു ഫ്രണ്ട് ആർട്ടിലൊക്കെ വളരെ മികച്ചു നിൽക്കുന്നു, സോ അതുപോലെ ആകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു ഫ്രണ്ട് തൻ്റെ ജീവിതത്തെക്കുറിച്ച് അധികം സ്കോപ്പുകൾ ഇങ്ങനെ കൂട്ടിച്ചേർക്കുകയാണ്, നല്ല ചിന്തകൾ, ഭാവിയെക്കുറിച്ചുള്ള നല്ല ചിന്തകൾ. അപ്പോൾ അതുപോലെയൊക്കെ ഒന്ന് ആകുവാനായിട്ട് ഹി വിഷസ്. ദെൻ ദ സ്പീക്കർ സേസ് വിത്ത് വാട്ട് ഐ മോസ്റ്റ് എൻജോയ്, കണ്ടന്റഡ് ലീസ്റ്റ്. കണ്ടന്റഡ് മീൻസ് സാറ്റിസ്ഫൈഡ് എന്നാണ് വരുന്നത്, അതായത് സംതൃപ്തിയാകുക. അതായത് ഒരു സമയത്ത് താൻ എന്തിലാണോ ഏറ്റവും അധികം സന്തോഷിച്ചിരുന്നത്, ആഹ്ലാദിച്ചിരുന്നത്, അതിൽ ഇപ്പോൾ അതേ വസ്തുവിൽ, അതേ കാര്യത്തിൽ അദ്ദേഹം ഏറ്റവും അധികം ദുഃഖിക്കുകയും അല്ലെങ്കിൽ ഏറ്റവും തീരെ കുറഞ്ഞു മാത്രം സംതൃപ്തി അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. സോ വാട്ട് ഹി വൺസ് യൂസ് ടു എൻജോയ് ഓർ കണ്ടന്റഡ് ഓർ സാറ്റിസ്ഫൈഡ് ഓർ ഗോട്ട് ഹാപ്പിനെസ് വൺസ്, ഇപ്പോൾ ഹി ഈസ് ഗെറ്റിംഗ് ലോ എമൗണ്ട് ഓഫ് ഹാപ്പിനെസ് ആൻഡ് ലോ എമൗണ്ട് ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഇപ്പോൾ ഏറ്റവും തീരെ കുറഞ്ഞ ലെവലിലാണ് അദ്ദേഹത്തിന് സന്തോഷവും സംതൃപ്തിയും ലഭിക്കുന്നത്. സോ ഒരു സമയത്ത് ഭയങ്കരത്തിൽ സന്തോഷിച്ചിരുന്നൊരു വേളയുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അത്തരം കാര്യാദികളിൽ അദ്ദേഹത്തിന് യാതൊരു സന്തോഷമോ തൃപ്തിയോ ലഭിക്കുന്നില്ല. നെക്സ്റ്റ് ക്വാട്രൈൻ. യെറ്റ് ഇൻ ദീസ് തോട്ട്സ് മൈസെൽഫ് ഓൾമോസ്റ്റ് ഡിസ്പൈസിങ്. സോ ഇത്തരം ചിന്തകളിൽ ഞാൻ എന്നെ തന്നെ ഇങ്ങനെ വെറുത്തുകൊണ്ട്, സ്വയം പഴിച്ചുകൊണ്ട്, ശപിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ, ഹാപ്പിലി ഐ തിങ്ക് ഓൺ ദീ, ഞാൻ അറിയാതെ അല്ലെങ്കിൽ ബൈ ചാൻസ് യാദർച്ഛ്യ ഞാൻ നിന്നെക്കുറിച്ച് ചിന്തിച്ചു പോയി. നിൻ്റെ ചിത്രങ്ങൾ, നിൻ്റെ ഓർമ്മകൾ എൻ്റെ മനസ്സിലേക്ക് വന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? വാട്ട് ഹാപ്പൻഡ്? ആൻഡ് ദെൻ മൈ സ്റ്റേറ്റ്, അപ്പോൾ എൻ്റെ മാനസികാവസ്ഥ, മൈ മൈൻഡ് സ്റ്റാർട്ട്സ് ടു ചേഞ്ച്. എങ്ങനെയാണ്? ലൈക്ക് ടു ദ ലാക്ക് അറ്റ് ബ്രേക്ക് ഓഫ് ഡേ. ബ്രേക്ക് ഓഫ് ഡേ മീൻസ് പുലരിയിൽ അല്ലെങ്കിൽ പ്രഭാത സമയത്ത് ലാക്ക് എന്ന് പറയുന്ന സ്മോൾ ബേർഡ് എന്താ ചെയ്യുന്നത്? അതിങ്ങനെ പ്രകൃതിയെ ഉണർത്തുവാനായിട്ട് ഇങ്ങനെ ശബ്ദിക്കാറുണ്ട്. സോ അതുപോലെ എൻ്റെ മനസ്സും മാറുകയാണ്. വിച്ച് മീൻസ് ആ ലാക്കിൻ്റെ ഒരു സിംബലൈസിങ്, ഇറ്റ് സിംബലൈസസ് ആക്ച്വലി ഹോപ്പ്, ദെൻ സ്ട്രെങ്ത്, ബിലീഫ്, അതൊക്കെയാണ് വരുന്നത്. അതായത് ഒരു പ്രത്യാശ, വിശ്വാസം, പുതിയ ജീവൻ, ചേഞ്ച്, ഇതൊക്കെയാണ് ഈ ലാക്ക് ബേർഡ് സിംബലൈസ് ചെയ്യുന്നത്. സോ ആ ലാക്ക് ബേർഡ് ഇങ്ങനെ നമ്മുടെ പ്രകൃതിയെ ഉണർത്തുവാനായിട്ട് ഹെവൻസ് ഗേറ്റിലിരുന്നു കൊണ്ട് പാടാറുണ്ട്. മേ ബി അത് ഉയരങ്ങളിലിരുന്ന് അത് പാടും, ഉയരങ്ങളിലിരുന്നു കൊണ്ട് അതിങ്ങനെ ശബ്ദിക്കാറുണ്ട്, ജനജീവിതത്തെ ഉണർത്തുവാറുണ്ട്. സോ ഫ്രം സലൺ എർത്ത്, സലൺ മീൻസ് ഡാർക്ക് എർത്ത് എന്നാണ്. സലൺ മീൻസ് ഡാർക്ക് ആൻഡ് ഗ്ലൂമി, അതായത് ഇരുണ്ട അല്ലെങ്കിൽ ഇരുട്ടേറിയ ഈ ഭൂമിയെ ഉണർത്തുവാനായിട്ട്
ഇങ്ങനെ ശബ്ദിക്കുന്ന ലാർക്ക് പോലെയായി എൻ്റെ മനസ്സ്. കാരണം എന്ന് പറഞ്ഞാൽ ഇറ്റ് റെപ്രസെൻറ്റ്സ് ചേഞ്ച് വിച്ച് മീൻസ് ഒരു ഡാർക്ക് സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ നിന്നും ഒരു ബ്രൈറ്റ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക് പതുക്കെ ഈ പോയിറ്റ് മാറുകയാണ്. ആൻഡ് ഓൾസോ ദിസ് ലാർക്ക് റിപ്രസെൻറ്റ്സ് ആക്ച്വലി എ ചേഞ്ച്. ഒരു ഇരുട്ടിൽ നിന്നും അന്ധതയിൽ നിന്നും തമസിൽ നിന്നും പ്രഭാതത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പകലിലേക്ക്, രാത്രിയിൽ നിന്നും പകലിലേക്ക് ഈ ലാർക്ക് തൻ്റെ ശബ്ദം കൊണ്ട് ഈ ഭൂമിയെ ഉണർത്തുകയാണ് അല്ലെങ്കിൽ മാറ്റുകയാണ്. സോ ദ poet's mind also changes along with the thoughts of his friend. അതായത് തൻ്റെ സുഹൃത്തിൻ്റെ ചിന്തകളും ചിത്രങ്ങളും ഒക്കെ ഇങ്ങനെ മനസ്സിലേക്ക് ഉണർന്നു വന്നപ്പോൾ തൻ്റെ മനസ്സിലെ ചിന്തകളും മാനസികാവസ്ഥയും തന്നെ ഇവിടെ മാറുകയാണ്. So in the final couplet we see the changed state of the speaker. The lines go like this: for thy sweet love remembered such wealth brings, that then I scorn to change my state with kings. So for thy sweet, thy means your sweet love, നിന്നെക്കുറിച്ചുള്ള ആ മധുരിതമായ ഓർമ്മകൾ എനിക്ക് നൽകുന്നത് വലിയൊരു സ്വത്താണ്, വെൽത്താണ്, വിച്ച് മീൻസ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ പ്രൈസ്ലെസ് ആയിട്ടുള്ള വെൽത്താണ്. ആ വെൽത്ത് എനിക്ക് മറ്റൊന്നുമായിട്ട് കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. ഈവൻ രാജപദവിയേക്കാളും അത് അമൂല്യമാണ് അല്ലെങ്കിൽ വില ഉള്ളതാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റ് ലൈൻ ദാറ്റ് ദെൻ ഐ സ്കോൺ മീൻസ് പരിഹസിക്കുക, വിച്ച് മീൻസ് ഐ ലൈക്ക് ടു റെഡിക്യൂൾ വെൻ ഐ സ്റ്റാർട്ട് വിത്ത് the remembrance with you or remembrance regarding you, I may ridicule the status of king's position. രാജ പദവിയെ ഞാൻ എന്ത് ചെയ്യും? പരിഹസിച്ച് തള്ളിക്കളയും. ബിക്കോസ് രാജപദവിയേക്കാളും വിലയുള്ളതാണ് നീ എനിക്ക് നൽകുന്ന ഓർമ്മകൾ അല്ലെങ്കിൽ നിന്നെക്കുറിച്ചുള്ള ഓർമ്മകൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വരുന്നത്. സോ ഹിയർ the poets actually compare the position. The position means അദ്ദേഹത്തിൻ്റെ സ്വത്ത്. ഇപ്പോൾ സ്വത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് തനിക്ക് നൽകിയ ആ ഓർമ്മകൾ, ആ പ്രൈസ്ലെസ് ആയിട്ടുള്ള വെൽത്തും രാജപദവിയെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ he sees this royal position or king's position is so inferior, ഏറ്റവും വില കുറഞ്ഞതായിട്ട് മാറുകയാണ് ഈ രാജപദവി. And he considers his present situation is superior to any king's level or any royal position. ഇപ്പോൾ ഏതൊരു രാജപദവിയേക്കാളും വലുതാണ് തൻ്റെ ലവിനെ കുറിച്ചുള്ള, അതായത് തൻ്റെ സുഹൃത്ത് അത് അല്ലെങ്കിൽ ബിലവഡ് അല്ലെങ്കിൽ തൻ്റെ കാമുകിയെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്ന് പറയുന്നത്. സോ ഇൻ ദിസ് വേ ദ പോയം എൻഡ്സ്. സോ ഹിയർ വി സീ നേരത്തെ പറഞ്ഞതുപോലെ ദ സ്റ്റേറ്റ് ഓഫ് സ്പീക്കേഴ്സ് മൈൻഡ് ചേഞ്ച്ഡ് ലൈക്ക് ദ ബിഗിനിങ് ഓഫ് എ ന്യൂ ഡേ. ഒരു പുതിയ ദിവസത്തിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു പ്രഭാതം വരുന്നത് പോലെ, രാത്രിയിൽ നിന്നും പകലിലേക്ക് മാറുന്നത് പോലെ ഇവിടെ പോയിറ്റിൻ്റെ മൈൻഡ് സാഡ് തോട്ട്സിൽ നിന്നും ഹാപ്പി എൻഡിലേക്ക് അല്ലെങ്കിൽ ഹാപ്പിനെസ്സിലേക്ക് മാറുകയാണ്. സോ ഹിയർ ദ സ്പീക്കർ കൺസിഡേഴ്സ് ദ റിയൽ വെൽത്ത് അസ് ദ ട്രൂ ലവ്. റിയൽ വെൽത്ത് എന്ന് പറയുന്നത് ട്രൂ ലവായിട്ട് അദ്ദേഹം കാണുകയാണ്. മെറ്റീരിയൽ വെൽത്തിനെ അദ്ദേഹം ഇവിടെ പൂർണ്ണമായിട്ടും തള്ളിക്കളയുകയാണ് വി സി. ആൻഡ് ഹി ബിലീവ്സ് ദാറ്റ് ത്രൂ ദാറ്റ് ട്രൂ ലവ് ഹി ഈസ് റിച്ചർ ദാൻ എ കിങ്. അപ്പോൾ ആ ഒരു ട്രൂ ലവിലൂടെ അദ്ദേഹം കാണുന്നത് താൻ ഇപ്പോൾ ഒരു കിങ്ങിൻ്റെ അവസ്ഥയെക്കാളും വലുതായിട്ട് അദ്ദേഹം വലിയ ഒരു വ്യക്തിയായിട്ട് മാറുകയാണ്. അപ്പോൾ ഒരു മെറ്റീരിയൽ വെൽത്തിനെ അദ്ദേഹം തള്ളിക്കളയും. ഭൗതികമായിട്ടുള്ള ധനത്തെ അദ്ദേഹം തള്ളിക്കളഞ്ഞിട്ട് അദ്ദേഹം റിയൽ വെൽത്തായിട്ട് കാണുന്നത് ഈ ട്രൂ ലവിനെയാണ്. ഓക്കെ, മേ ബി ആ ട്രൂ ലവ് എന്ന് പറയുന്നത് മേ ബി ഹിസ് ഡിയർ ഫ്രണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ തൻ്റെ ബിലവഡ് അല്ലെങ്കിൽ കാമുകിയോ ഒക്കെ ആകാം. So the poem I already told you that says that the material wealth is not all. It should not be the greatest priority. Material wealth എന്ന് പറയുന്ന ഒന്നുമല്ല, അത് എല്ലാം അല്ല. അതിന് നമ്മളൊരിക്കലും ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും മുൻഗണനയൊന്നും കൊടുക്കേണ്ടതില്ല. ആൻഡ് ദ പോയം അപ്രിഷിയേറ്റ്സ് ദ വാല്യൂ ഓഫ് ട്രൂ ലവ്. ട്രൂ ലവിനെ എന്ത് ചെയ്യാണ് ഈ പോയം അപ്രിഷിയേറ്റ് ചെയ്യാണ്, അതിനെ ഫോക്കസ് ചെയ്യുന്നു, അതിനെ ഹൈലൈറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ വി ക്യാൻ സീ എ കമ്പാരിസൺ അബൌട്ട് ദിസ് മെറ്റീരിയൽ wealth and true love.
Okay. The scene of a lark singing at the break of day represents a change, a new beginning. അപ്പോൾ ഇവിടെ ലാർക്ക് ഞാൻ പറഞ്ഞു ദാറ്റ് ലാർക്ക് എന്ന് പറയുന്ന പക്ഷിയെ ഇവിടെ സൂചിപ്പിക്കുന്നത് ഇറ്റ് റെപ്രസെൻറ്റ്സ് എ ന്യൂ ബിഗിനിങ്. സോ ഹിയർ സ്പീക്കറിന് ഒരു പുതിയൊരു തുടക്കം ലഭിച്ചിരിക്കുകയാണ്. ദ പോയം ഓൾസോ ഷോസ് ദ എബിലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ ടു ചേഞ്ച് ടു ഓവർകം എനി ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഓർ എനി ക്രൈസിസ്. അപ്പോൾ ഈ പോയം കാണിക്കുന്നത് ഏതൊരു വ്യക്തിക്കും ഏതൊരു ദുർഘട സാഹചര്യവും ഏതൊരു പ്രതിസന്ധിയേറിയ ഘട്ടത്തെയും ഓവർകം ചെയ്യുവാനുള്ള കഴിവുണ്ട് എന്ന് ഈ പോയം കാണിക്കുകയാണ്. സോ വി സി ഇൻ ദ ബിഗിനിങ് ഹോപ്പ്ലെസ്നെസ് ആണ് കാണുന്നത്, ബട്ട് ഇൻ ദ എൻഡ് വി സി ഹോപ്പ്ഫുൾനെസ്. സോ ഫ്രം ഹോപ്പ്ലെസ്നെസ് ടു ഹോപ്പ്ഫുൾനെസ്, ഫ്രം പെസിമിസ്റ്റിക് ടു ഒപ്റ്റിമിസ്റ്റിക്, ഫ്രം ഡാർക്ക് ആൻഡ് ഗ്ലൂമി ടു ബ്രൈറ്റ്നെസ്. അതായത് ഇരുട്ടേറിയ അന്ധതയേറിയ തൻ്റെ മാനസികാവസ്ഥയിൽ നിന്നും ഒരു പ്രകാശത്തിലേക്ക് അദ്ദേഹം വന്നിരിക്കുകയാണ്. ഫ്രം നെഗറ്റീവ് തോട്ട്സ് ടു പോസിറ്റീവ് തോട്ട്സ്, നെഗറ്റീവായിട്ടുള്ള ചിന്തകളിൽ നിന്നും പോസിറ്റീവായിട്ടുള്ള ചിന്തകളിലേക്ക് ഇദ്ദേഹം മാറിയിരിക്കുകയാണ്. Dear students, I hope you have understood the poem very clearly. So in the next class, we can discuss the other things like literary devices that has used in the poem